96ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ. 2024 ഓസ്കാർ പുരസ്കാരമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലാദ്യമുള്ളത് മികച്ച ചിത്രം ഓപ്പൺഹൈമർ. അതിൻ്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. മികച്ച നടിയാരാണ്? എമ്മ സ്റ്റോൺ. പൂർ തിങ്സ് എന്നുള്ള സിനിമയ്ക്കാണ് എമ്മ സ്റ്റോണിന് കിട്ടിയത്. മികച്ച നടനാരാണ്? കിലിയൻ മർഫി. ഓപ്പൺഹൈമറിൻ്റെ കിലിയൻ മർഫിക്കാണ് മികച്ച നടനായി കിട്ടിയത്. മികച്ച സംവിധായകനും ആര് തന്നെയാണ്? ക്രിസ്റ്റഫർ നോളനാണ്. അപ്പം മികച്ച ചിത്രം ഓപ്പൺഹൈമർ, മികച്ച നടൻ കിലിയൻ മർഫി ഓപ്പൺഹൈമർ, മികച്ച സംവിധായകൻ ഓപ്പൺഹൈമറിന് തന്നെ ക്രിസ്റ്റഫർ നോളൻ. മികച്ച നടി ഏതാണ്? എമ്മ സ്റ്റോണിൻ്റെ പൂർ തിങ്സിന്. മികച്ച ഛായാഗ്രഹണം ഹൊയ്തെ വാൻ ഹൊയ്തമേ ഓപ്പൺഹൈമറിൻ്റെ. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഇത്. ഇനി അടുത്തത് മികച്ച എഡിറ്റർ ജെന്നിഫർ ലേം ഓപ്പൺഹൈമറിൻ്റെ. അത് ഇമ്പോർട്ടൻ്റ് അല്ല. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പൺഹൈമറിൻ്റെ റോബർട്ട് ഡൗണി ജൂനിയർ മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ ഓപ്പൺഹൈമറിൻ്റെ. മികച്ച ഒറിജിനൽ സ്കോർ ലുഡിക് ഗൊറാൻസൺ ഓപ്പൺഹൈമറിൻ്റെ. ലുഡിക് ഗൊറാൻസൺ കേട്ടോ, മികച്ച ഒറിജിനൽ സ്കോർ. അത് ഇമ്പോർട്ടൻ്റ് അല്ല. മികച്ച സഹനടി ഡാവിൻ ജോയ് റാൻഡോൾഫാണ്. ദി ഹോൾ ഡോവർസിൻ്റെ ഡാവിൻ ജോയ് റാൻഡോൾഫാണ് മികച്ച സഹനടി. ഇനി മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം വാർ ഈസ് ഓവർ. മികച്ച ആനിമേറ്റഡ് ഫിലിം ഏതാണ്? ദി ബോയ് ആൻഡ് ഹീറോയിൻ. അപ്പം മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ആണെങ്കിൽ വാർ ഈസ് ഓവർ. മികച്ച ആനിമേറ്റഡ് ഫിലിം ആണെങ്കിൽ ബോയ് ആൻഡ് ഹീറോയിൻ. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ഏതാണ്? 20 Days in മരിയുപ്പോൾ. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററിയാണിത്. 20 Days in മരിയുപ്പോളാണ് മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം. മികച്ച വിദേശ ചിത്രമാണ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. മികച്ച ശബ്ദവിന്യാസം ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഇമ്പോർട്ടൻ്റ് അല്ല. മികച്ച ഗാനം വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. മികച്ച ഒറിജിനൽ സ്കോർ ഗോഡ്സിലെ -1. ഇമ്പോർട്ടൻ്റ് അല്ല. മികച്ച വസ്ത്രാലങ്കാരം പൂർ തിങ്സിനാണ്. ഒറിജിനൽ സ്ക്രീൻ പ്ലേ അനാട്ടമി ഓഫ് എ ഫാളാണ്. ഒറിജിനൽ സ്ക്രീൻ പ്ലേ ഏതിനാണ്? അനാട്ടമി ഓഫ് എ ഫാളിനാണ്. അതൊരു ഫ്രഞ്ച് ചിത്രമാണ്. ഇനി അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ ആണെങ്കിൽ അമേരിക്കൻ ഫിക്ഷൻ കോഡ് ജെഫേഴ്സൻ്റെ. അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണത് ഓപ്പൺഹൈമർ. 7 പുരസ്കാരങ്ങൾ. മികച്ച ചിത്രത്തിന് കിട്ടി, മികച്ച സംവിധായകന് കിട്ടി, മികച്ച നടന് കിട്ടി, മികച്ച സഹനടന് കിട്ടി, ഒറിജിനൽ സ്കോർ എഡിറ്റിങ്ങിന് കിട്ടി, പിന്നെ മികച്ച ഛായാഗ്രഹണത്തിനും കിട്ടി. ഇപ്പോൾ ഓപ്പൺഹൈമറിന് 13 നോമിനേഷനുകളാണ് ലഭിച്ചത്. 11 നോമിനേഷനുകളായി പൂർ തിങ്സ് രണ്ടാമതുണ്ടായിരുന്നു. ഓക്കെ, അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതിയോ. ഇനി ടു കിൽ എ ടൈഗർ മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഇന്ത്യൻ ഡോക്യുമെൻ്ററി ആണിത്. ടു കിൽ എ ടൈഗർ ഇടം നേടിയിരുന്നു. ജാർഖണ്ഡ് കൂട്ടബലാത്സംഗ കേസ് ആസ്പദമാക്കി ഒരുക്കിയ ഡോക്യുമെൻ്ററിയാണിത്. നിഷ പഹൂജയാണ് ഇതിൻ്റെ സംവിധാനം. ടു കിൽ എ ടൈഗർ. പക്ഷേ ഇതിന് അവാർഡ് നേടാനായില്ല. പക്ഷേ ഏറ്റവും മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ഏതാണ് കിട്ടിയത്? 20 Days in മരിയുപ്പോളിനാണ്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററിയാണിത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് മികച്ച ചിത്രം ഓസ്കാറിലെ ഓപ്പൺഹൈമർ, മികച്ച നടി എമ്മ സ്റ്റോൺ പൂർ തിങ്സ്, മികച്ച നടൻ കിലിയൻ മർഫി ഓപ്പൺഹൈമർ, മികച്ച സംവിധായകൻ ആര് തന്നെയാണ്? ക്രിസ്റ്റഫർ നോളൻ തന്നെയാണ് ഓപ്പൺഹൈമറിൻ്റെ. പിന്നെ മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ, മികച്ച സഹനടി ഡാവിൻ ജോയ് റാൻഡോൾഫ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ.